നിന്റെ സ്വരവും പശുവിന്റെ സ്വരവും തമ്മിൽ തിരിച്ചറിയാനേ പറ്റുന്നില്ല. അല്ല, രണ്ടും ഒരേ ശ്രുതി തന്നെ. ഓ, ഈ പറയുന്ന ആള് രണ്ടുപേരും പാടിയേ. പശു കയറും പൊട്ടിച്ചോടുന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ എത്ര കുട്ടികളായി? അല്ല, സംഗീതം പഠിക്കാനേ. എത്രയായാലും ഗോപിയേട്ടൻ എന്താ? അല്ല, കാശിമിനി വാരി കൂട്ടുന്നുണ്ട്. ആ, കൂട്ടിക്കോ, ആവശ്യം വരും. നമ്മുടെ കല്യാണം ചെറുതായിട്ടൊന്നുമല്ല ഞാൻ നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. 7 നില പന്തലിട്ട. ഒരു 2 നില കുറച്ചുകൂടെ? അല്ല, ഉയരം കൂടുന്തോറും വീഴ്ചയുടെ ആക്കം കൂടുന്നു പഴമക്കാര് പറയാറുണ്ടേ. എന്തു പറഞ്ഞാലും നിന്റെ ഈ തറുതലുണ്ടല്ലോ, അത് കേൾക്കാൻ വേണ്ടി മാത്രം നിന്നോട് ഞാൻ ഈ കച്ചവടത്തിൽ കൂടുന്നു. ഓ, എന്ത് സഹായാന്നറിയോ? 110 കമ്മീഷൻ വാങ്ങുന്നുണ്ട്. ഞാൻ അറിയാതെ ചില തരികടയുണ്ട്. ഒക്കെ ഞാൻ അറിയണ്ട് കേട്ടോ. നിന്റെ ഒരു കാര്യം. ഞാൻ ടൗണിൽ പോകുന്നുണ്ട്. നിനക്ക് എന്താ വേണ്ടേ? ചാന്ത്, പൊട്ട്, കുപ്പിവള? എനിക്കൊന്നും വേണ്ട. ഞാനൊരു സാധനം നിനക്ക് വാങ്ങിച്ചു തരും. എനിക്കൊന്നും വേണ്ട, പറഞ്ഞേക്കാം. എന്റെ കണക്ക് തീർത്തിട്ട് കാശ് ഇങ്ങോട്ട് കൃത്യമായിട്ട് എത്തിച്ചാ മതി. നാളെ ചിട്ടിക്ക് വെക്കാനുള്ളതാ. നിന്റെ ചിട്ടി ഇനി വട്ടം എത്തിയില്ലേ? കൊറേ കാലം ആയല്ലോ ഇത്. ഗോവേട്ടൻ എന്താ ഇവിടെ? ഇവനാണല്ലോ ഉണ്ണി. ഇവനാണല്ലോ ഉണ്ണി. ഹായ് മഞ്ഞക്കിളി, 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 മഞ്ഞക്കിളി. അപ്പം വല്ല മഞ്ഞക്കിളിയുടെ പുറകെ വെക്കോളൂ. നീ വണ്ടി കയറി, ഞാൻ കൊണ്ടുവിടാം. അത് ശരിയാവില്ല. ഗോപേട്ടൻ പൊയ്ക്കോ. ഉണ്ണിയേട്ടാ, അവിടെ ഉണ്ണിയേട്ടന്റെ ഒരു വികൃതിയല്ലേ. ഞാൻ പറഞ്ഞാലേ അനുസരിക്കൂ. ഇപ്പൊ കാപ്പിട്ടുണ്ട് വരാട്ടോ. കണക്ക് മുഴുവൻ ഇതിലുണ്ട്. മാർക്കറ്റിൽ നിന്ന് കാശ് കിട്ടിയില്ല. നാളെ തരാം. അവന് ഊട്ടാനും ഓർക്കാനും നീ എന്തിനീ പോണത്? കിടത്തി കുളിപ്പിക്കാൻ കൊച്ചുകുട്ടിയൊന്നുമല്ലോ. ഉണ്ണിയേട്ടൻ കൊച്ചുകുട്ടിയെ പോലെ തന്നെയാ. ഇവിടുന്ന് പോകുമ്പോണ്ടായിരുന്ന പ്രായമുള്ളൂ ഇപ്പോഴും. കൊച്ചുകുട്ടിയാന്ന് പറഞ്ഞ് കൂടെ നടന്ന് അവസാനം കയ്യിലൊരു കൊച്ചുകുട്ടി ഉണ്ടാവും. നോക്കിക്കോ ഗോപേട്ടാ. അവൻ പിണങ്ങിപ്പോയതാ. ആവോ മോളെ, കാര്യം നിന്റെ മുറച്ചെറുക്കനൊക്കെ തന്നെ. എന്നാലും അവനെ നീ സൂക്ഷിക്കണം. പിരിഞ്ഞു പോണവരെ വിധിയുടെ കൈകൾ കറിയില്ലല്ലോ. കറിയില്ലല്ലോന്നാ? പാവത്തിന് കറിയില്ലെന്ന് അതിന് കരയാ. എന്താ ചെയ്യ? ഒരു കണക്കിന് നമ്മൾ രണ്ടുപേരും തുല്യ ദുഃഖിതരാ. ഇങ്ങനെ പോയാ അമ്മൂനെ എനിക്ക് നഷ്ടാവും. അമ്മൂനെ നിനക്ക് കിട്ടാത്തേല് എനിക്കെന്ത് ദുഃഖം. എനിക്ക് അമ്മൂനെ നഷ്ടാവുമ്പോ നിനക്ക് നഷ്ടാവുന്ന മാഷിന്റെ സ്വത്തുക്കളാ. അതിലെനിക്ക് ദുഃഖമുണ്ട്. പക്ഷെ അവന്റെ ഭ്രാന്ത് മാറണ്ടേ? ഈ ആയുർവേദത്തിലൊന്നും എനിക്ക് വലിയ വിശ്വാസമില്ല. അത് പറയാൻ പറ്റില്ല. ആ വൈദ്യരച്ചനാള് ചില്ലറക്കാരനല്ല. അയാൾ തൊട്ടാ ചിലപ്പോ ശരിയായിന്നും വരും. ഈ അച്ഛന്മാർക്ക് പള്ളിയില് വല്ല കുമ്പസാരോ കുർബാനായിട്ട് ഇരുന്നാ പോരെ? വെറുതെ ഇറങ്ങി തിരിക്കും മനുഷ്യന്മാരുടെ മനസ്സമാനം കളയാനായിട്ട്. നീ പേടിക്കണ്ട, അതിന് ചില വഴികളൊക്കെ ഉണ്ട്. എന്നാ പറയ്. അവനെ ചികിത്സിച്ച് ഭേദാക്കിയ നിനക്ക് ചില്ലിക്കാശ് കിട്ടില്ല. അതെ, എല്ലാ സ്വത്തും ആ ദരിദ്രവാസിയുടെ പേരില്ല. ഏയ്, ആ സ്വത്ത് മുഴുവൻ നിനക്ക് കിട്ടും. അവനെ മുഴു ഭ്രാന്തനാക്കി സെല്ലിലിട്ട. അതിന് ഭ്രാന്ത് കൂട്ടാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രാർത്ഥിക്കാനല്ലേ പറ്റൂ. ഞാൻ ദിവസവും ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്. ദൈവമേ, അവന് നല്ല ഭ്രാന്ത് കൊടുക്കണേന്ന്. അവന്റെ ഭ്രാന്ത് കൂട്ടാൻ കഞ്ചാവ് കൊടുത്താ മതി. സാക്ഷാൽ ഇത് വലിപ്പിച്ച അവന്റെ ഭ്രാന്ത് ഇരട്ടിയാകും. ആശുപത്രി കൊണ്ട് പൂട്ടിയിടുകയും ചെയ്യും. അത് തന്നാട്ടെ. ഓ, എന്റെ പ്രാന്ത മുത്തപ്പ, അവനൊരു വഴിയാക്കി തരണേ. ആരായി ഇന്ദുലേഖ? അത് ഞാൻ വായിച്ചൊരു നോവലാ. അത് തലക്ക് പിടിച്ച് മൂത്തപ്പോ ആ നോവലിലെ നായകൻ ഞാനാണെന്ന് കുറച്ചു നേരത്തേക്ക് എനിക്ക് തോന്നിപ്പോയി. അതുകൊണ്ട് ഇപ്പൊ മാഷിന്റെ വീട്ടിൽ കയറാൻ പറ്റാത്ത അവസ്ഥയായില്ലേ? ഞാൻ കയറിച്ചിലും. വേറെ പോവാനാ? നിന്നെയാ വീട്ടിൽ നിന്ന് പുറത്താക്കിയത്. അതെ, അതുകൊണ്ട് ഞാൻ ചുമ്മാ കയറിച്ചല്ലൊന്നുമില്ല. പിന്നെ നല്ലോണം വലിഞ്ഞു കയറിച്ചില്ലും. എന്നാ ചെല്ല്. അതെ, കുറച്ച് തട്ടെ. ഏയ് വേണ്ട. സ്റ്റൗ വലിക്കുന്തോറും അവന്റെ ബുദ്ധി തെളിഞ്ഞു തെളിഞ്ഞു വരിക. നമുക്ക് വേറെ വല്ല മാർഗം ആലോചിക്കാം.
എന്താണ് അച്ഛാ ഇത് കണ്ട എന്താ ഗോപി? ചെക്കനെ മര്യാദക്ക് വളർത്തിയില്ലണ്ടല്ലോ, നാട്ടുകാരെ തല്ലുണ്ടു ചാവും. എന്താ ഉണ്ണി, എന്താ ഒരു പറയണേ? കുരുത്തക്കേടായിട്ട് ഒപ്പിച്ചു വന്നിട്ട് കൂസലില്ലാതെ നിക്കണമില്ലേ? നാട്ടുകാർക്ക് മുണ്ടെടുത്തോണ്ട് നടക്കാൻ പറ്റില്ല അച്ഛാ. ഇവിടെ മനുഷ്യർക്ക് നാണോ മാനമായിട്ട് ജീവിക്കണം. ഇവനെ പിടിച്ചു പോലെ ചങ്ങലേനെ ഞാനിത് എങ്ങനെയാണോ സഹിക്കുക? ഈ വീടിന്റെ മുറ്റത്ത് വന്നിരുന്ന ഒരുത്തൻ ഇത്ര കർക്കശമായിട്ട് സംസാരിച്ചിട്ടില്ല. അപ്പൊ സ്വന്തം മോനെ നാട്ടുകാർ കരുതി പിടിച്ച് തള്ളുകയെന്ന് വെച്ചാൽ ഹായ്, ആരത്ര ഉണ്ട് അച്ഛാ? ഉണ്ണി അച്ഛനെ കരുതി തള്ളി. ഉവ്വ. ഒന്നുമില്ല. ഞാൻ അരുത്, ആ പാവത്തിനെ അടിക്കരുത്. പറയുന്നത് കേൾക്കൂ, അടിക്കരുത്. ഇനി പഠിക്ക് പോകുന്നു. എന്തിനാ ഇങ്ങോട്ട് പോന്നേ? അവിടെ തന്നെ കിടക്കായിരുന്നില്ലേ തമ്പുരാട്ടിക്ക്? അങ്ങനെ ഒരു ആവശ്യം വന്നാ ചിലപ്പോ കിടക്കേണ്ടി വരും. അത്രയ്ക്ക് കടപ്പാടുണ്ട് ആ വീട്ടിനോട് എനിക്ക്. അതായത് നിനക്ക് അവിടെ പോവാണ്ടിരിക്കാൻ പറ്റില്ലാന്ന്. ദേ, അതെ, നീ എന്റെ പെണ്ണ, എന്റെ കൂടെ പുറക്കേണ്ടവളു. അപ്പൊ ഞാൻ പറയുന്ന അനുസരിക്കേണ്ടി വരും. അങ്ങനെ ഞാൻ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല. അമ്മോ, നീ അകത്ത് പോ. തമാശ പറയല്ലേ? നീ എന്റെ പെണ്ണാണെന്നുള്ളത് നാട്ടുകാരെ അറിയിക്കേണ്ട കാര്യം എനിക്കില്ല. എന്നാലും നാട്ടുകാർ കാണുക എനിക്കൊരു താലി കെട്ടണം. അതിനെന്നെ കൊണ്ടായില്ലെങ്കിൽ ചാവണതാ ഭേദം. ഹായ് ഗോപി. അത് കൊള്ളാം. നിർത്തിയിരിക്കണ, എന്നാലല്ലേ ശ്വാസം വിടാൻ പറ്റുള്ളൂ. ഈ സ്പൈഡർമാനൊക്കെ സമ്മതിക്കണം. അവനൊന്നും ചെയ്യരുത്. അവനെ തല്ലരുത്, അവനെ തല്ലരുത്, എന്നെ തല്ലരുത്. ആനയെ സൂചി കൊണ്ട് ഒതുക്കിയവനാണ് കയ്യക്കാരൻ. പിന്നെയാണ് നീയൊക്കെ.
എല്ലാരും കാണണമെന്നുണ്ടായിരുന്നു. സാധിക്കുമെന്ന് വിചാരിച്ചല്ല. സന്തോഷായി. നന്നായി വരും. വരട്ടെ. മോനെ, യാത്ര ചോദിക്കേണ്ടത് ഞങ്ങളോടല്ല. ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്നറിഞ്ഞിട്ടും ഇപ്പോഴും മോനു വേണ്ടി കാത്തിരിക്കുന്ന ഈ അമ്മൂനോടാണ്. അവളോട് യാത്ര പറഞ്ഞിട്ട് പോകാൻ പറ്റുമെങ്കിൽ മോൻ പൊക്കോ.